ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 53 എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്താണോ പുറത്താണോ ബിഗ് ബോസ് നടക്കുന്നത്? കാരണം പുറത്ത് റിനോഷും അഖിൽമാരാറും തമ്മിൽ മുട്ടനടി, അകത്ത് അതിലേറെ അടി, ജാസ്മിനും ഗബ്രിയും അടിച്ച് പിരിഞ്ഞു. മൊത്തത്തിൽ ബ്രേക്കപ്പ് സ്റ്റോറികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കളിയൊന്ന് കൊഴുത്തു വരുന്നതുകൊണ്ട് ഇപ്പം ഒരു ഫിസിക്കൽ ഗെയിമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ആഴ്ചയിലെ ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫുൾ അധികാരം കിട്ടാൻ പോകുന്നത് ടീം ടണലിനായിരിക്കും. അവർ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ആ ഒരു പട്ടാളക്കാരുടെ ഗെയിം വളരെ രസകരമായിട്ടൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. കൊള്ളായിരുന്നു. അതിനിടയ്ക്ക് ചെറിയ അടിയും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ പ്രതീക്ഷ അത്ര ഇല്ലായിരുന്നു. അതിനിടയ്ക്ക് ചില കുത്തിത്തിരിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പാവം ജിൻഡോ സത്യം പറഞ്ഞാൽ ആ ഒരു ടീം ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് അവിടെ ഇപ്പം ആരുമില്ലാത്തൊരു അവസ്ഥ. അതായത് ഇപ്പം നല്ലൊരു ബെസ്റ്റ് ടീമിലാണ് നിൽക്കുന്നത്. ശ്രീതു, അതേപോലെ തന്നെ അൻസിബ, ജാസ്മിൻ, പിന്നെ നമ്മുടെ ജിൻഡോ. അപ്പം അതും കിച്ചൺ ടീം കൂടിയാണല്ലോ. കിച്ചൺ ഡ്യൂട്ടികൾ ചെയ്യാനുണ്ട്. രാവിലെ തന്നെ ജാസ്മിനുമായിട്ട് ഉടക്കം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. എന്തായാലും ടീം സ്പിരിറ്റ് വന്നപ്പോൾ അവർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയും ജിൻഡോയ്ക്ക് അതായത് ജിൻഡോ ജാസ്മിൻ ഒരിക്കലും ചേരില്ല. അതിന് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചേരില്ല. ചെറിയ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ വരും. എന്തായാലും ഇന്ന് ഗബ്രിയും ജാസ്മിനും ഇതവരുടെ ആക്ട് ആണെങ്കിൽ ഒരു ഓസ്കാർ കൊടുക്കേണ്ടി വരും. കാരണം ഇത്ര നാൾ അടയും ചക്കരയുമായിരുന്ന നമ്മുടെ ഗബ്രിയും ജാസ്മിനും രണ്ട് പാത്രമായി. ഗബ്രിയുടെ അടുത്ത് ജാസ്മിൻ വന്നിരിക്കുമ്പോൾ ഗബ്രിക്ക് ഇറിറ്റേഷൻ ആവുന്നു. ജാസ്മിൻ പോകും, ഞാൻ ഭയങ്കര ടെൻഷനാണ്, എനിക്ക് നീ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര ഷോ എന്ന് പറഞ്ഞാൽ അന്യായ ഷോ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതേത് ലെവലിലേക്ക് പോകുന്നതാണ്. ഇവർ രണ്ടുപേരും ഇതൊരു ആക്ട് ആണെന്നുണ്ടെങ്കിൽ ഓസ്കാർ കൊടുക്കേണ്ടി വരും. പിന്നെ യൂഷ്വൽ നടക്കുന്ന പോലെ തന്നെ ചെറിയ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഗെയിമിലും ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യം പുറത്തായത് പവർ ടീമാണ്. പവർ ടീമിന് 0 പോയിൻ്റാണ്. അത് കഴിഞ്ഞിട്ട് നെസ്റ്റിനെ പുറത്താക്കി. പിന്നെ ഡെന്നും ടണലും തമ്മിലായിരുന്നു മത്സരം. അങ്ങനെ ആ മത്സരത്തിൽ അവസാനം ടണൽ ജയിച്ചു. ഡെന്ന് സെക്കൻഡ് പ്ലേസിൽ വന്നു. ഈ ഒരു വീക്കിൽ അറിയാം ഇനി ആരായിരിക്കും പുതിയ ക്യാപ്റ്റൻ്റെ പവർ. കിടുക്ക് പവറാണ് കേട്ടോ. ക്യാപ്റ്റൻ തീരുമാനിക്കും ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. എന്തായാലും ബിഗ് ബോസിന് പുറത്ത് നല്ല അലിഗേഷനാണ് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ അടിച്ച് വിട്ടിരിക്കുക. കാരണം മാരാർ ഭയങ്കര സീനുണ്ടാക്കുന്നു. പല കണ്ടസ്റ്റൻസ്, അതായത് പല ആളുകൾ പുറത്ത് ഓഡീഷൻ ചെയ്ത ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ അലിഗേഷൻസ് ഉണ്ടായിരുന്നത് ഉള്ളതാണെന്നൊക്കെ പറയുന്നു. മാരാറുടെ മണ്ടയ്ക്ക് റിനോഷ് എന്തോ വന്ന് പറഞ്ഞു. അതിന് റിനോഷിന് ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട് റിനോഷ് മാരാറോട് എന്താണ് പ്രശ്നം, നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. ഏതായാലും 53 ഇങ്ങനെ അവസാനിക്കും നമ്മൾ വിചാരിച്ചില്ല. എന്തായാലും ഞാൻ അകത്തെ ബിഗ് ബോസ് കണ്ടതിലും കൂടുതൽ പുറത്തെ ബിഗ് ബോസാണ് കണ്ടത്.